Good afternoon, children. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പുതിയൊരു മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്നുള്ള മെത്തേഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ എന്താണ് ഹൈബ്രിഡൈസേഷൻ? നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈബ്രിഡൈസേഷൻ is a method of producing new seeds through artificial pollination between plants of same species but of different characteristics. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള എന്നാൽ ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് പ്ലാന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി എന്താ? കൃത്രിമ പരാഗണം വഴി രണ്ട് ചെടികളെ യോജിപ്പിച്ച് പുതിയൊരു ചെടി ഉണ്ടാക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? വർഗസങ്കരണം. അങ്ങനെ വർഗസങ്കരണം നടത്തിയിട്ട് നമുക്ക് ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ നമ്മളിപ്പോ നമ്മുടെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പുതിയ പ്ലാന്റ്സ്, പുതിയ ട്രീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് നമ്മൾ അതിന്റെ ഉദാഹരണം പറഞ്ഞിരുന്നു. അപ്പൊ ഹൈബ്രിഡ് വെറൈറ്റി, അതായത് സങ്കര ഇനം തെങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കുറച്ച് പേരുകൾ നമ്മൾ പറഞ്ഞു. സങ്കര ഇനം തെങ്ങുകളുടെ ഒരു എക്സാമ്പിൾ ഉദാഹരണമാണ് ചന്ദ്രലക്ഷ, അതായത് ടോൾ വെറൈറ്റി ആയിട്ടുള്ള ലക്ഷദ്വീപ് ഓർഡിനറിയും, ഡ്വാർഫ് വെറൈറ്റി അതായത് നീളം കൂടിയ ലക്ഷദ്വീപ് ഓർഡിനറിയും നീളം കുറഞ്ഞ ചാവക്കാട് ഓറഞ്ചും കൂടി കമ്പൈൻ ചെയ്തിട്ട് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന പുതിയൊരു സങ്കര ഇനം ഹൈബ്രിഡ് വെറൈറ്റി കോക്കനട്ട് ആണ് ചന്ദ്രലക്ഷ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ ചന്ദ്രശങ്കര, ലക്ഷദ്വീപ്, ഇതൊക്കെ ഒരു ടോൾ വെറൈറ്റിയും ഒരു ഡോർഫ് വെറൈറ്റി, അതായത് ഒരു നീളം കൂടിയതും ഒരു നീളം കുറഞ്ഞ ഇനം കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ച പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് ഹൈബ്രിഡൈസേഷൻ വഴി, വർഗസങ്കരണം വഴിയാണ്, ഈ മെത്തേഡിലൂടെയാണ് ഇങ്ങനത്തെ ഒരു കോക്കനട്ട് ട്രീ നമുക്ക് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ കോക്കനട്ട് ട്രീസ് മാത്രമല്ല, വേറെയും ഒരുപാട് പുതിയ പ്ലാന്റ്സ് ഹൈബ്രിഡൈസേഷൻ വഴി നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പലതിനും പല സ്വഭാവങ്ങളായിരിക്കും. പാഡി ഉണ്ട്, അതായത് നെല്ല് തന്നെ പലതരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി നെല്ലുകളുണ്ട്. വെജിറ്റബിൾസിൽ തന്നെ പലതരം ഹൈബ്രിഡ് വെറൈറ്റീസ്, പച്ചക്കറികൾ ഇപ്പൊ പുതിയതായിട്ട് ഉത്പാദിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതിനെ കുറച്ച് പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഒരു പേര് തന്നിട്ട് ചോദിക്കും ഇത് ഏത് വെജിറ്റബിളിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്, ഇത് ഏത് പച്ചക്കറിയുടെ സങ്കര ഇനം വിത്തിന്റെ പേരാണ് ഇതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് കാണാണ്ട് പഠിക്കണം. എല്ലാവരും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെയും പാഡി എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് പവിത്ര, ഹർഷ, അന്നപൂർണ. അതുപോലെ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ പയർ, ലോല, മല്ലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞാൽ പച്ചമുളക്, ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇതൊക്കെയാണ് അതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി സങ്കര ഇനങ്ങള്. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ വെണ്ട, അതിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചാളിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോ തക്കാളിയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് മുക്തി, അനക, അക്ഷയ. ഇതൊക്കെയാണ്. ഇനിയും കുറെ വെജിറ്റബിൾസ് ഉണ്ട്, നമുക്ക് പച്ചക്കറികളുടെ സങ്കരീനങ്ങളിൽ പെട്ടതുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിന്റെ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. ഓരോന്നിന്റെയും ഉണ്ടാകുന്ന കാലയളവും അതും ഉണ്ടാകുന്ന പച്ചക്കറികളുടെ ഇതുകൾ. ഇപ്പൊ പയറൊക്കെ ആണെങ്കിൽ പല നീളത്തിലുള്ള പയറുകൾ, ഇപ്പൊ 18 മണി പയർ, 18 മണികളുള്ള പയറുകളുണ്ട്. അതേപോലെ അതിനകത്തും കുറവ് മണികളുള്ള പയറുകളുണ്ട്. പെട്ടെന്ന് ഉണ്ടാകുന്ന പയറുകളുണ്ട്. കുറെ കാലം ത്തേക്കും അതിന്ന് പയർ ലഭിക്കുന്ന തരം ഉണ്ട്. അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഗ്രീൻ ചില്ലി, പച്ചമുളക് പറയുകയാണെങ്കിൽ എരിവ് കൂടുതലുള്ളതുണ്ട്, എരിവ് കുറവുള്ളതുണ്ട്, നല്ല വയലറ്റ് കളറിലുള്ള പച്ചമുളക് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള. അപ്പൊ ഓരോ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെയും വ്യത്യാസമായിരിക്കും. ഓരോ സങ്കരീനം എന്ന് പറയുന്നതും ഓരോ തരത്തിൽ വ്യത്യാസമായിരിക്കും. അങ്ങനെ പുതിയ പുതിയ വെറൈറ്റികളാണ് ഹൈബ്രിഡ് വെറൈറ്റീസിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഇപ്പൊ അടുത്തായിട്ട് ഉണ്ടാക്കിയതാണ്, കുറച്ചു കാലം മുമ്പ് ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ബിറ്റർ ഗാർഡ്, അതായത് കൈപ്പയ്ക്കയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടൊരു ഹൈബ്രിഡ് വെറൈറ്റി നമ്മുടെ മണ്ണുത്തി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയില് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റിക് കണ്ടീഷൻ, കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ള ഒരു തരം ഒരു ബിറ്റർ ഗാർഡ് ആണ്. അപ്പൊ അങ്ങനെ
പലതരത്തിലുള്ള പുതിയ പുതിയ വെറൈറ്റീസ്. അപ്പൊ നമ്മളിപ്പോ ഈ പച്ചക്കറിയുടെ വിത്തുകള് സീഡ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ പുറത്ത് എഴുതിണ്ടാവും ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ പേരുകളോ. അപ്പൊ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പേരുകളൊക്കെ എഴുതിണ്ടാവും. ഇപ്പോൾ ലേഡീസ് ഫിംഗറിൽ തന്നെ വയലറ്റ് കളറിലുള്ള വെണ്ടയുണ്ട്, നീളം കൂടിയതുണ്ട്, നീളം കുറഞ്ഞതുണ്ട്, എപ്പോഴും വെണ്ടക്കായ ഉണ്ടാകുന്ന തരം ചെടികളുണ്ട്. ഇതൊക്കെ എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വികസിപ്പിച്ചെടുക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എണ്ണത്തിന്റെ പേരുകൾ മാത്രം. ഇപ്പൊ പാഡിയിൽ തന്നെ പലതരത്തിലുണ്ട്, പല ക്ലൈമറ്റിക് കണ്ടീഷനിൽ നടാൻ പറ്റുന്ന നെല്ലിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ്, പല ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മുടെ അഗ്രികൾച്ചറിലെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാര് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പേരുകൾ മാത്രം നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി ഇതൊക്കെ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുക? ഇപ്പൊ ഹൈബ്രിഡ് വെറൈറ്റീസിനെ കുറിച്ച് പറഞ്ഞു, ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ കുറച്ച് പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് എവിടെയായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ അതിനെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അപ്പൊ നമ്മുടെ തൃശ്ശൂർ തന്നെ മണ്ണുത്തിയിലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവിടെയാണ് ഇതിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ, ഇതിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റുകളൊക്കെ നടത്തി പുതിയ തരം ഹൈബ്രിഡ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്ത് അതിനെ കുറെ സീഡ്സ് ഒക്കെ ഉണ്ടാക്കി. ആ സീഡ്സ് ഒക്കെ കൃഷിഭവൻ വഴി, ഓരോ സ്ഥലത്തും കൃഷിഭവൻ ഉണ്ടാവും, കൃഷിഭവൻ വഴി നമ്മുടെ എത്തണത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഹൈബ്രിഡ് വെറൈറ്റീസുകളാണ്, അതായത് സങ്കര ഇനങ്ങളാണ്. അവിടെയാണ് അതിനെ കുറിച്ചുള്ള പഠനങ്ങളും എല്ലാം നടക്കുക, അവിടെയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഇതിനെ കുറിച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട് പറഞ്ഞു, പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും, എന്തൊക്കെ കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും, എന്തൊക്കെ സാധ്യമാകണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഓരോ ഗവേഷണങ്ങൾ നടത്തേണ്ടത്? അപ്പൊ എന്തായിരിക്കും? അതാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പോസിബിൾ ഇൻ അഗ്രികൾച്ചർ സെക്ടർ. നമ്മുടെ കാർഷിക സർവകലാശാല ഓരോ തരം വിത്തിനങ്ങള് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഓരോ തരം വിത്തിനങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോഴും എന്തൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക? അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ഹൈ ഈൽഡ്. ഹൈ ഈൽഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിളവ്, കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ വിളവ് ലഭിക്കാവുന്ന വിധത്തിലുള്ള പുതിയ വെറൈറ്റി സീഡ്സുകളാണ് അവർ ഉത്പാദിപ്പിക്കുന്നുണ്ടാവുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്വിക്ക് ഈൽഡ്, പെട്ടെന്ന് വിളവ് ലഭിക്കുക. അതായത് നട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിന്ന് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ടോ എന്താ വെച്ചാൽ അത് ഉണ്ടാവും. അതിനെയാണ് പറയുന്നത് ക്വിക്ക് ഈൽഡ്, പെട്ടെന്നുള്ള വിളവ്. പിന്നെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള കഴിവ്, അതായത് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള തരം സീഡ്സ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ലോവർ നർച്ചറിങ് കോസ്റ്റ്, അതായത് പരിപാലനത്തിന്, അതൊരു ചെടി നട്ട് അതിനെ പരിപാലിച്ച് അതും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ ഉണ്ടായി വരുമ്പോൾ കുറെ കാശ് ചെലവിടാതെ വളരെ കുറച്ച് ചെലവിനുള്ളിൽ തന്നെ നമുക്കതൊന്ന് വെജിറ്റബിൾസോ ഫ്രൂട്ടോ എന്താണെന്ന് കിട്ടാവുന്ന തരത്തിൽ, അതാണ് ലോവർ നർച്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ്, നല്ല വിത്ത്, നമ്മൾ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു പ്ലാന്റ് നന്നായി അതിന് ഈൽഡിങ് കിട്ടണമെങ്കിൽ അതിന് എന്ത് വേണം? ക്വാളിറ്റി ഓഫ് സീഡ്, സീഡിന്റെ ക്വാളിറ്റി, വിത്തിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ്, നല്ല വിത്തിന്റെ ലഭ്യത, നല്ല വിത്തുകൾ കിട്ടാനില്ലെങ്കിൽ അതിനനുസരിച്ച് അതിനുള്ള ചെടികൾ നമുക്ക് ഫാർമേഴ്സിന്റെ വിത്തുകൾ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് അത് നട്ട് ഒതുന്ന ചെടികൾ ഉണ്ടാക്കാനും ഫ്രൂട്ട്സ് ഉണ്ടാക്കാനും വെജിറ്റബിൾസ് ഉണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി സീഡ്സ്, നല്ല ഗുണമേന്മയുള്ള സീഡ്സിന്റെ ലഭ്യതയൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും അധികം പരീക്ഷണങ്ങളും റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് പുതിയ തരം ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മൾ പുതിയ ഓരോ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ഹൈ ഈൽഡ്, ക്വിക്ക് ഈൽഡ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, ലോവർ നർച്ചറിങ് കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ്. ഇതൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തുന്നത് നമ്മുടെ മണ്ണുത്തിയിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് ഇതിനെ കുറിച്ചുള്ള സ്റ്റഡികളൊക്കെ നടത്തുന്നത്. പുതിയ വെറൈറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. എവിടെയൊക്കെ ഏതൊക്കെ ജില്ലകളിലാണ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ഇതൊക്കെ ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ റിസർച്ചുകളൊക്കെ നടത്തുന്നത്, മെയിൻ ആയിട്ടുള്ള നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള സെന്റർ എന്ന് പറയുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, KAU മണ്ണുത്തി, തൃശ്ശൂർ.
മണ്ണുത്തിയിലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവിടെയാണ് ഇങ്ങനത്തെ വെജിറ്റബിൾസിന്റെയും എല്ലാത്തിന്റെയും സ്റ്റഡീസ് നടക്കുന്നത് അവിടെയാണ്. പിന്നെയുള്ളത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യം തിരുവനന്തപുരം, അതായത് കിഴങ്ങു വർഗ്ഗങ്ങളെ കുറിച്ചുള്ളത്, അതായത് പൊട്ടറ്റോ, അതേപോലെ കൊള്ളി, അങ്ങനത്തെ കപ്പ, അങ്ങനത്തെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് നടത്തുന്നത് തിരുവനന്തപുരത്താണ്, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തുന്നത് കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ്. പിന്നെ റബ്ബറിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്, അതായത് വാഴകളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതാണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. പിന്നെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ കുറെ സെന്ററുകളുണ്ട്, ഓരോന്നിനും ഓരോ സെന്ററുകളുണ്ട്, ഓരോന്നിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഓരോ സെന്ററുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരുകൾ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഓരോന്നും എവിടെയാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഇത്രയും വെറൈറ്റീസ് ഉണ്ടാക്കണമെങ്കിൽ അതിനേതായിട്ടുള്ള സ്റ്റഡീസ് നടത്തണം. ഒറ്റ ദിവസം കൊണ്ടോ ഒന്നും അതിന്റെ സ്റ്റഡീസ് ഒന്നും ശരിയാവില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തണമെങ്കിൽ കുറെ സമയം വേണം. അപ്പൊ അതിനൊക്കെ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, റിസർച്ച് സെന്റേഴ്സ് ആണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി. അവിടെ ഡെവലപ്പ് ചെയ്തതാണ് ഇപ്പൊ പറഞ്ഞ ലേഡീസ് ഫിംഗറും പീയും അങ്ങനത്തെ അതിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പോഴും വേറെയും കുറെ രീതിയിലുള്ള പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യാൻ അവിടെ ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ കൂടാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, വേറൊരു പുതിയൊരു മെത്തേഡാണ്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ എന്നുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെല്ലെന്നോ അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സെൽ എന്ന് പറയുന്നത് എന്താ, സെൽ ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അതായത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ സെൽ. നമ്മുടെ ബോഡിയിലുള്ളതാണ്, എല്ലാ ലിവിങ് ഓർഗാനിസംസിലും ഉള്ളതാണ് സെൽ എന്നൊക്കെ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ലെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു ടിഷ്യൂ എന്നോ, സെൽ പോലെ തന്നെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്, അതിന്ന് പുതിയൊരു പ്ലാന്റ്സ് ഉണ്ടാക്കണ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടിഷ്യൂ കൾച്ചർ. അപ്പൊ ഏതെന്നാണോ നമ്മൾ സെൽ എടുക്കുന്നത് അതാണ് അതിന്റെ പാരന്റ് പ്ലാന്റിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള, ഏത് മാതൃസസ്യത്തിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അത് വാഴകളിലൊക്കെ, ടിഷ്യൂ വാഴകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ടിഷ്യൂ വാഴകള്, അതേപോലെ പ്ലാന്റെയിൻ വാഴകളിൽ നടത്താറുണ്ട്, പെപ്പർ, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സില്, പൈനാപ്പിൾ, ഇതിന്റെയൊക്കെ ഒരുപാട് ഇതില് നമ്മൾ ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഇതിനെ റിസർച്ച് നടത്തി. ഇതിലൊക്കെ ഇതിന്റെയൊക്കെ സെൽസ് എടുത്തിട്ട് അത് നമ്മൾ ലാബിൽ വെച്ചിട്ട് അതിനെ പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റുന്ന പുതിയൊരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ പാരന്റ് പ്ലാന്റിന്റെ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ടിഷ്യൂ കൾച്ചർ. ഹൈബ്രിഡൈസേഷൻ പോലെ തന്നെ പുതിയൊരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്നുള്ള മെത്തേഡ്. പെപ്പറും കാർഡമം, ഏലക്കായ, കുരുമുളക്, ഇതിലൊക്കെ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലോ ഒരു ടിഷ്യൂ, അതായത് ഒരു കോശത്തുനിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസംസിന്റെ ബോഡിയുടെ ഉള്ളിൽ ഒരുപാട് സെൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാ സെൽസ് എടുത്തില്ലെങ്കിലും കുറച്ച് സെൽ എടുത്താൽ തന്നെ അതൊന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കുറെ ഹൺഡ്രഡ്സ് ഓഫ് ന്യൂ പ്ലാന്റ്സ്, ഒരു 100 കണക്കിന് പുതിയ ചെടികൾ നമുക്ക് അതിന് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ്. പക്ഷെ എല്ലാ പ്ലാന്റ്സിലും അത് നടക്കില്ല, ചില പ്ലാന്റ്സിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ സെൽസ് നിന്ന് ഉണ്ടാക്കുന്ന പുതിയ മെത്തേഡിനെ കുറിച്ച് പറയുന്നതാണ് ടിഷ്യൂ കൾച്ചർ. അപ്പൊ ഈ ക്ലാസ്സോട് കൂടിയിട്ട് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന മെത്തേഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു മെത്തേഡ് ലെയറിംഗ് പറഞ്ഞു, പിന്നെ പറഞ്ഞ മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്, പിന്നെ പറഞ്ഞ മെത്തേഡാണ് ബഡ്ഡിംഗ്, പിന്നെ നമ്മൾ പുതിയതായിട്ടുണ്ടായ ഒരു മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ, അതായത് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ഹാഫ് പോർഷൻ കഴിഞ്ഞു. അതിലെ ഓരോ മെത്തേഡിനെ, പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനുള്ള ഓരോ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ, ഈ ചാപ്റ്ററിൽ ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തതിൽ നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ പുതിയ പ്ലാന്റ്സുകൾ കിട്ടിയത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ അതിനെ കെയർ ചെയ്യുക, ശരിയായ രീതിയിൽ എങ്ങനെയാണ് അതിനെ പരിപാലിക്കുക എന്നതിനെ കുറിച്ചാണ് ഇനി അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.